Hello, this is Vaika Vinesh with you from Teddy Talks and welcome to my new podcast, Tiny Series. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സോഫ്റ്റ് സ്കില്ലായിരുന്നു ടീം വർക്ക്. എന്തുകൊണ്ടാണ് ഒരു ജോബ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ജോബ് കൾച്ചറിൽ ടീം വർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺസും അതുപോലെ തന്നെ ഒരു എഫക്റ്റീവായിട്ടുള്ള ടീം വർക്കിന് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇൻ ടുഡേയ്സ് എപ്പിസോഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് a new soft skill which is very much familiar to all of you, and that is about ടൈം മാനേജ്മെൻറ്റ്. സമയം മാനേജ് ചെയ്യുക എല്ലാവരെ സംബന്ധിച്ചും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് സമയം കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പൊതുവെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എന്തും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും പൊതുവെ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് സമയം കിട്ടുന്നില്ല, സമയം പോരാ, 24 മണിക്കൂർ ഉണ്ടെങ്കിലും ഞാൻ ഓക്കെ അല്ല, എൻ്റെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ടൈപ്പ് ഓഫ് ടോക്സ് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മുടെ പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. സോ ഹൗ ടു മാനേജ് ടൈം എഫിഷ്യൻ്റ്ലി, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ സമയത്തെ കൃത്യമായ രീതിയിൽ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പോഡ്കാസ്റ്റാണ് ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ദിവസത്തിൽ ഒരു ഡേയിൽ ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസ്, ടാസ്കുകൾ ഇതൊക്കെ വളരെ വൃത്തിക്ക് ചെയ്യാനായിട്ട് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലേ. പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് പ്രയോറിറ്റൈസിങ് ടാസ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ദിവസം നമ്മൾ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. പ്രയോറിറ്റൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയും. നമുക്ക് അറിയാൻ പറ്റണം ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ അർജൻസി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻസ് അല്ലേ. അതായത് നമുക്ക് ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്കറിയണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊരു ഗോൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളോട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് നല്ല രീതിയിൽ നമ്മളോട് പറയാൻ പറ്റണം, സെയിങ് ദാറ്റ് ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം, അതാണ് എൻ്റെ ഇന്നത്തെ ഗോൾ. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിലൂടെ മാത്രമാണ് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് സംഭവിക്കുന്നുള്ളൂ. ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഷെഡ്യൂളിംഗ് ഓഫ് ടാസ്ക് എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമാണ്. വൈ? ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു പെർട്ടിക്കുലർ ദിവസത്തിൽ നമുക്ക് പറയാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന സമയം എത്രയാണ്. ഓരോ പെർട്ടിക്കുലർ ടാസ്കിനും നമുക്കൊരു എമൗണ്ട് ഓഫ് ടൈം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നിടത്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ട്രാക്കിംഗ് എന്ന് പറയും. ഓരോ ആക്ടിവിറ്റിക്കും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡേയിലെ ടാസ്കുകൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വേണം. അതായത് ഇപ്പം നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പം രാവിലെ 5:30 അലാം വെച്ച് എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടാണ് നമ്മൾ 5:30 എണീറ്റാൽ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഏകദേശം എത്ര ടൈം എടുക്കും? ഇപ്പോൾ എൻ്റെ പല്ല് തേച്ച് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആവാൻ എനിക്കിപ്പോൾ എടുക്കുന്ന ഒരു ടൈം എത്രയാണ്? ഫോർ എക്സാമ്പിൾ ചിലർക്ക് ഇപ്പോൾ അതൊരു 30 മിനിറ്റ്സ് ആയിരിക്കാം, ചിലർക്ക് അതൊരു 1 hour ആയിരിക്കാം. അപ്പോൾ അത് എത്രത്തോളം എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം ടൈം ട്രാക്ക് ചെയ്യാനായിട്ട്
പറ്റണം. അതിനുശേഷം വന്നാൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ബുക്ക് ആൻഡ് പെൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഒരു പെർട്ടിക്കുലർ ഡേയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാംസിൻ്റെയും അതുപോലെ പ്രാക്ടിക്കൽസിൻ്റെയും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസിൻ്റെ ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുക്കും പെന്നെടുത്തിട്ട് അവർക്ക് എഴുതി വെക്കാൻ പറ്റണം, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ റിവിഷൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത എക്സാമിന് വേണ്ടി ഞാൻ എത്ര ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. മോർണിംഗ് 1 hour ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനാണോ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. ഇതേ സമയം നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്കും ഒരു ബുക്കും പേപ്പറും അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കും പെന്നും എടുത്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റണം. ഇന്ന് ഞാൻ ഓഫീസിൽ പോയാൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ട എൻ്റെ ഒരു ആക്ടിവിറ്റീസ് ലിസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സോ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലെത്തുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ളൊരു പിക്ചർ ഉണ്ടായിരിക്കും, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇത് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇത് പ്രകാരം നിങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ അത് പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. പോകെ ആദ്യമൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും പോകെ നിങ്ങളുടെ ഒരു ഡേ ടു ഡേ റുട്ടീനിൽ ടൈം മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുകയും നേരിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പേഴ്സണലി ചെയ്യേണ്ടാത്തതുണ്ടായിരിക്കും, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്താലും അതവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലിക്കുക. പൊതുവേ നമ്മളുടെ വീട്ടിൽ അമ്മമാരുടെയൊക്കെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചില പാരൻസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മക്കളുണ്ടെങ്കിലും അവരെ കൊണ്ട് എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള വീട്ടിലെ ആക്ടിവിറ്റീസും ചെയ്യിക്കില്ല. ബട്ട് ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ആ ആക്ടിവിറ്റീസിലേക്ക് വരികയില്ല. അമ്മമാരെന്താവും, അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും വീട്ടിലെ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു പോകാൻ. സോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, ഇപ്പോൾ വീട്ടിൽ ഒരാൾ കിച്ചണിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കിച്ചണിൽ ബാക്കിയുള്ള ഇപ്പോൾ ചിലപ്പോൾ ഡിഷസ് വാഷ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം ഒരു തേങ്ങയുടെ മുറി എടുത്ത് ചിരകുന്നതായിരിക്കാം, വട്ട് എവർ തിങ്സ് യു ഹാവ് ടു ഡെലിഗേറ്റ് ഇറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സമയമാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടീസിൽ തന്നെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ മാത്രം തന്നെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗിനെ ഡെലിഗേറ്റ് ചെയ്താലും ആ കാര്യം അവിടെ നടക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ആ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സക്സസ് ആവുന്നുള്ളൂ. അല്ലാതെ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ്, അൾട്ടിമേറ്റ്ലി അവിടെ സംഭവിക്കാം ഈ പറഞ്ഞതുപോലെ നമുക്ക് ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റാതെ വരികയും ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ടാർഗറ്റ്സും ടാസ്കുകളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. ഹൗ ടു പ്രയോറിറ്റൈസ്, ഏതൊക്കെയാണ് എമർജൻസി ആൻഡ് അർജൻറ്റ്, ഏതൊക്കെയാണ് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ വൃത്തിക്ക് നമുക്ക് നോക്കാൻ പഠിക്കണം. മൂന്നാമത്തത് നല്ല രീതിയിൽ നമ്മളുടെ ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പഠിക്കുക. നാലാമത് ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ടാസ്കിനും നമുക്ക് എത്ര ടൈമാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഡെലിഗേഷൻ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിലും ആ ആക്ടിവിറ്റീസ് നടന്നോളും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, എപ്പോഴും ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. ഈ ഒരു ആക്ടിവിറ്റീസ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പതുക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഒരിക്കലും നമുക്ക് ഫീലിംഗ് ഉണ്ടാവില്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. എഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഈസി ആൻഡ് യു വിൽ നോ ഹൗ ടു വർക്ക് സ്മാർട്ട് ആൻഡ് നോട്ട് ഹാർഡ്.
ഒരു പക്ഷെ 10 വർഷം മുമ്പത്തെ ഒരു ടാഗ് ലൈൻ ആയിരിക്കും വർക്ക് ഹാർഡ് അല്ലെങ്കിൽ സ്റ്റഡി ഹാർഡ് എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്നത് വർക്ക് സ്മാർട്ട് ആൻഡ് സ്റ്റഡി സ്മാർട്ട് എന്നുള്ളതാണ്. സ്മാർട്ടായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഒരിക്കലും അവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കണമെന്നോ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യണം എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, so I hope that today's podcast was effective, informative, and also you got some good ideas about time management. Once again, this is Vaika Vinesh signing off for the day. Thank you for listening to my podcast. See you next time.